A huge jellyfish. A huge one. Three in a row. Silok, this is Harry Shambles. Is it okay to go out? Can I have out one cake, please? This is Silok over. In about 2 minutes, yeah, we'll be able to go out. I'll be going on 3-4 Harry Shambles in about 2 or 3 minutes. Thank you. That's fine. I'll wait for another 2 minutes. Yeah, out. Sea povaana. Nice day aanu. Wind ഏകദേശം ഒരു 5 miles wind, which is southwest, which is fine. ഞാൻ ready സംസാരിച്ചു. The water level in the sea and in the marina is the same, so we're just going to head out. We don't need a lock. We're just going to go out. So just couple of more minutes. We're waiting for them to open the gate, and once it's open, they're going to keep it open. I've got Ambili here, Liam, Melvin, and Nivin. We're all going out today. Yeah, all ready? Yeah. Channel subscribe ചെയ്യാത്തവര് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്കൊരു പ്രചോദനമുള്ളൂ പോയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാന്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മറന്നുപോയി. ബെൽ ഐക്കണ് അമർത്തണം കേട്ടോ. ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ കറക്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഞങ്ങള് വീഡിയോ ഇടുന്നത് എല്ലാ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേയിലും ആയിരിക്കും വീഡിയോ ഇടുന്നത്. ഗേറ്റ് ഇപ്പൊ ജസ്റ്റ് ഫ്രീ ഫ്ലോയിലോട്ട് ഇട്ടുകൊണ്ട് പുറത്തുനിന്നുള്ള വേവ്സും മറീനയിലെ ഇതും കൂടെ വന്ന് ക്ലാഷ് ആയിട്ട് ഒരു ബാലൻസിന്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. ഈ ബോട്ട് ഓടിക്കുന്നതിന്റെ ബേസിക്സ് സംഭവങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഫുള്ള് നിങ്ങളെ കാണിക്കാം കേട്ടോ. I am not talking about little small boats. I am talking about a bit more bigger boats. Okay. അപ്പം നമ്മളിന്ന് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് തെരണ്ടി, അതുപോലെ തന്നെ പ്ലേസ് എന്ന് പറഞ്ഞ മീന്. കടലിൻ്റെ അടിത്തട്ട് സാൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്യുന്ന ഫിഷാണ് ഇതൊക്കെ. അപ്പം ഇതെല്ലാം ബോട്ടം ഫീഡേഴ്സാണ്. അപ്പം നമ്മളൊരു ഏകദേശം ഒരു 2 മൈല് പോയിട്ട് അവിടെ കടലിൻ്റെ അടിയിൽ സാൻഡായിട്ട് കിടക്കുന്ന ഏരിയയിൽ നമ്മൾ ഫിഷ് ചെയ്യാൻ പോവാണ്. അപ്പം അതിനുള്ള റിഗും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഞാൻ ബോട്ടം ഫിഷിങ് ചെയ്യാൻ പോവാണ്. അപ്പം ഇത് കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ റിഗാണിത്. സാധാരണ 7 foot റോഡ് റീല് വിത്ത് 20 pound ലൈന്, 20 pound വരെയുള്ള മീനെ പിടിക്കാൻ പറ്റുന്ന ലൈന്, ഹുക്ക്. ഞാൻ ഇതുണ്ട് ഇതിൻ്റെ ലെഡ് എന്ന് പറഞ്ഞാൽ ഗ്രിപ്പ് ലെഡാണ്. ഇത് സീഡ് അടി പോയിട്ട് ഇത് ഗ്രിപ്പായിട്ട് അവിടെ നിൽക്കും. അപ്പൊ നമ്മളിടുന്ന ചൂണ്ടയും ബെയ്റ്റും അവിടെ തന്നെ കിടക്കും. ഇങ്ങനെയാണ് ഈ ബോട്ടം സീ ഫിഷിങ് ചെയ്യുന്നത്. നമ്മൾ എയിമിങ് ഫോർ റേ, പ്ലേസ്, ഡോഗ് ഫിഷ് അങ്ങനെയുള്ള മീനുകളാണ് ഇതേ കൊത്തുന്നത്. അപ്പം ഹുക്കയിൽ ഞാൻ തീറ്റയായിട്ട് ഇട്ടിരിക്കുന്ന സ്ക്വിഡ്. റിഗ് ബോട്ടം ഫിഷിംഗ് റിഗ് ആണ്. ഈ റിഗ് ഇങ്ങനെ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പൊ ഞാനിത് വി ഗോയിങ് ടു കാസ്റ്റ് ഇറ്റ് ഔട്ട്. കാസ്റ്റ് ചെയ്യാൻ പോവാണ്. കാസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം പിടിക്കുന്നത്. ഇതിന്റെ ഗ്രിപ്പ് ഇതിങ്ങനെ നേരെ ഇരിക്കണം, എല്ലാം നേരെ ഇരിക്കണം. അപ്പം നമ്മള് ഫിഷ് ഇത് ഇങ്ങനെ മണലിൽ പോയിട്ട് ഇത് സ്റ്റക്കായിട്ട്. വാട്ടർ ഡെപ്ത് 45 foot ആണ്. അടി മുഴുവൻ സാൻഡ്. I'm going to cast it out. Here you go guys. So take it back and then we're going to cast it out. And what you have to do, you have to let the line go. കണ്ടോ, ലൈൻ പൊക്കോണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ലെഡ് വെള്ളത്തിന്റെ അടിയിൽ ചെന്നിട്ട് വീഴണം. അടിയിൽ ചെന്ന് വീണ് കഴിയുമ്പോൾ നമ്മൾ ബെയിലാം തട്ടും.
അടിയിൽ ചെന്നിട്ടില്ല, ഇപ്പോഴും അടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എയിം ചെയ്യുന്നത് മെയിനായിട്ട് പ്ലേസ്, റേ, ഫ്ലാറ്റ് ഫിഷ് ഉള്ള ഈ ഫ്ലാറ്റ് ഫിഷ് ഇല്ലേ, അടിയിൽ ബോട്ടം ഓഫ് ദ സീയിൽ നിൽക്കുന്ന ഫിഷുകളാണ് വൈൻ ചെയ്യുന്നത്. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വൈറ്റിങ്, വലിയ വൈറ്റിങ് അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടും. നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഡ്രിഫ്റ്റിംഗ് ആണ്, ഇച്ചിരി ഒരു ചെറിയ എത്രയാ 0.4 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ നമ്മൾ ഡ്രിഫ്റ്റിംഗ് ആണ്. ഞാനിപ്പോൾ ഇതിന്റെ ഡ്രാഗ് കുറച്ചിടാൻ പോകും. ഹ്യൂജ് ജെല്ലി ഫിഷ്, എ ഹ്യൂജ് വൺ. കാണാവോന്നറിയത്തില്ല, ഹ്യൂജ് ജെല്ലി ഫിഷ് വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ട്. ആദ്യത്തെ ഫിഷ് ഹുക്ക് ചെയ്തിരിക്കുകയാണ്, വളരെ എക്സൈറ്റഡ് ആണ്. So we got a big ray and the hook is on this side. This is ThornBack ray, full of thorns ആണ്. ഇതിന്റെ ഈ റൈഡ് കണ്ടോ, ഫുള്ള് മുള്ളാണ്, ഈ കാണുന്ന എല്ലാം മുള്ളാണ്. ഇതാണ് ThornBack ray. That's it. I'm going to let him go. നമ്മൾ തിരിച്ച് കടലിലോട്ട് വിടുമ്പോൾ ഇതിന്റെ കടൽ വെള്ളം ഇതിന്റെ ചെകിളൊക്കെ ഇടയ്ക്കൂടെ കയറുമ്പോൾ തന്നെ ഇത് പൂർണ്ണ ഊർജത്തോടെ കടലിന്റെ അടിയിലോട്ട് നീന്തും. നമുക്ക് അടുത്തൊരു മീനിനെ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം അതെന്ത് മീനാണ്. ശരിയാണല്ലേ? I'll just look it up. Rare. It is. Another ray. Oh, yeah. Another small ThornBack ray. No, it's not. It's not. It's a different ThornBack. Where? Can I just go that way now? No, Oh no. What was that? Was that bigger than last time, Bobby? Can I come there? Oh my. അപ്പം വേറൊരു ThornBack റേയും കൂടെ ഞങ്ങൾ പിടിച്ചിരിക്കുകയാണ്. ഈ ThornBack റേ ഫുള്ള് മുള്ളാണേ. അപ്പം ഇവിടെയാണ് പിടിക്കുന്നത്, അതായത് ഈ ഇതിന്റെ നോസിന്റെയും ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലാണ് നമ്മൾ പിടിക്കുന്നത്. ഓക്കെ, we going to put him back. Move everything away. Move everything away. Is it? Is it a big one? I don't know what it is. Maybe it's I don't know if it's that back, but yeah. Raya. Another raya. Jesus, that's a monster. Eh? Oh my god, this is big. Oh yeah, it is. It is. What is it? No. Please. ഇതാണ്ട് അടുത്ത ThornBack റേ. Three in a row. Bob was on fire today. That's when he was bumping all this equipment. Yeah, I could easily do that. Another ThornBack ré. Three ThornBack rays now. Big finger. No. you Maybe don't like potato. that. Oh, that's even. That's ഇത് സാൻഡ് പേപ്പർ പോലെയാണ് ഇതിന്റെ. That's a nice big one. Okay? Shall we let him go? Yeah. Yeah. Jesus. What was that for? Me?
കടൽ ലോ ടൈഡിലോട്ട് പോവുകയാണ്. അപ്പം മറീനെ തിരിച്ച് കയറണം. അപ്പം അതെല്ലാം ആയിട്ട് ഞങ്ങൾ ഫിഷിങ് അവിടെ നിർത്തി. നല്ല ഡേ ഓഫ് ഫിഷിങ് ആയിരുന്നു. 3 വലിയ റയെ പിടിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഫിഷിങ് മതിയാക്കി ഞങ്ങൾ മറീനിലോട്ട് പോവുകയാണ്. ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളിനി വീഡിയോ ഇടും. എല്ലാ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. See you then. Bye-bye.